നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളാണ് നമുക്ക് ജ്യോതിഷ വിചാരം പ്രോഗ്രാമിലേക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും മറുപടി കൊടുക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോളുകളിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. കുറേ വാട്സപ്പ് കോൾ വന്ന് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കോളുകളിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? ഹരി പത്തനാപുരം എന്ന് പറയും. അയ്യോ സാറേ, എന്തുണ്ട്? എവിടാ? പത്തനാപുരമാണോ? ഞാന് സാറേ പട്ടാഴിയില്ല, കൈതപ്പുറം എന്ന് പറഞ്ഞ സ്ഥലാ. പട്ടാഴി? പട്ടാഴി പട്ടാഴി നമ്മുടെ അമ്പലം. സൗണ്ട് കുറവാണല്ലോ. പട്ടാഴി നമ്മുടെ കൈതപ്പുറം എന്ന് പറയും. കൈതപ്പുറം അറിയാം. അതെ, അവിടെ അവിടെ നമ്മള് എപ്പോഴും പട്ടാഴി അമ്പലത്തിലൊക്കെ വരും. അതെ അതെ അറിയാം. ഞാൻ നിങ്ങളുടെ പത്തനാപുരത്ത് നിങ്ങളുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ജ്യൂസ്. അവിടെ സ്ഥിരം വരുമായിരുന്നു. ആണാ? അതെ അതെ. ഇപ്പൊ അതില്ല. പത്തനാപുരത്ത് ഇപ്പൊ വ്യാപാരോത്സവം നടക്കും. എപ്പോ വരുമ്പോ വന്നോ? അടിപൊളി പരിപാടിയാ. എന്തോ? പത്തനാപുരത്ത് ഇപ്പൊ വ്യാപാരോത്സവം നടക്കുകയാണെന്ന്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ. ഇപ്പൊ വന്നാ അടിപൊളിയാ. ഞാനിപ്പോ ഞങ്ങൾക്ക് ഇവിടെ സ്കൂളുണ്ട് കർണാടകത്തില്. ആഹാ. എന്ത് സ്കൂള്? CBSE? അല്ല, ഒരു LKG തൊട്ട് 10th വരെ ഉണ്ട്. ഓക്കെ, ഫൈൻ. നന്നായി. അല്ല, സിലബസ് CBSE ആണോ? ഏറ്റവും അടുത്ത സുഹൃത്തില്ലേ ജയമോഹൻ? ജയമോഹൻ ചാന്റെ ഒരു ശിഷ്യനാണ് നമ്മള്. ഞങ്ങള് അച്ഛനും എല്ലാം കൂടെ അഡ്മിഷൻ ഒക്കെ ചെയ്യാറുണ്ട്. ഓ, ബാംഗ്ലൂർ. ജയമോഹൻ ഇപ്പൊ ഫോണേ എടുക്കുന്നില്ല. എന്തുവാണോ എന്തോ. സ്കൂള് പിന്നെ നന്നായി പോകുന്നുണ്ടോ? നന്നായിട്ട് പോകുന്നുണ്ട്. വെരി ഗുഡ്. CBSE അല്ലേ സിലബസ്? അല്ലല്ല, സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റ് സിലബസാ. കർണാടക സ്റ്റേറ്റ് സിലബസ്. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടുകാരൻ കർണാടകയിൽ പോയി അങ്ങനെ ഒരു സ്കൂൾ നടത്തുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. തീർച്ചയായിട്ടും. എനിക്ക് എന്റെ നാളിന്റെ കുറിച്ച് ഒന്നറിയാൻ വേണ്ടി. ഡേറ്റ് ഓഫ് ബർത്ത് പറ മോനെ. നാളെ ഏതാണെന്ന് മാത്രം. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് 5/1/90. സമയം അറിയാവോ? സമയം 5:05 രാവിലെ. വെളുപ്പിനെയാണോ? വെളുപ്പിന്. മോൻ ജനിച്ച നാട്ടിൽ തന്നെയല്ലേ? നാട്ടിൽ തന്നെ. അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ധനു 30-ാം തീയതി. രേവതിയാണ് നക്ഷത്രം. രേവതി തീരാൻ പോവാ. അത് തന്നെ. ചിലര് പറയുന്നത് രേവതിയാണ്, ചിലര് വേറൊരു നക്ഷത്രം പറയുന്നത് അശ്വതി അല്ലേ? അശ്വതിയാണോ ചിലർ പറയുന്നേ? അശ്വതിയാണെന്ന് ചിലര് പറയും. അതെന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് മിക്കവാറും കലണ്ടറിൽ അശ്വതി നക്ഷത്രം ആയിരിക്കും ഉള്ളത് കേട്ടോ. അല്ല, ഞാൻ രേവതി എന്നാണ് എന്റെ വീട്ടുകാരെല്ലാരും പണ്ടോട്ടെ പറയുന്നത്. പക്ഷെ ഈ പ്രായത്തെ കല്യാണ സമയം വന്നപ്പോ ചെക്ക് ചെയ്തപ്പോ പറയുന്നത് രേവതി അല്ല അശ്വതിയാ. അപ്പൊ അങ്ങനെ. പക്ഷെ ഒരു കാരണവശാലും അശ്വതി വരാൻ ഒരു ന്യായവും ഇല്ല. കാരണം എന്താണെന്നറിയാവോ? അന്ന് ഉദയത്തിലും കലണ്ടറിലും ഒക്കെ രേവതി തന്നെയായിരിക്കും വരുന്നത്. അത് തന്നെ, രേവതി എന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ കല്യാണ സമയത്ത് ഒരാൾ ഇതുപോലെ പറഞ്ഞു രേവതി അല്ല അശ്വതിയാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് എനിക്കൊരു സംശയം. ഇല്ല, പക്ഷെ അങ്ങനെ വരാൻ ഒരു ന്യായമില്ല. അതെനിക്ക് തോന്നുന്നു ആ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്തതിൽ പുള്ളി കേട്ടതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തോന്ന് വെച്ചാൽ എത്ര മണിവരെ രേവതി ഉണ്ട് എന്നുള്ളതൊന്ന് പറയാമെന്ന് വിചാരിച്ചായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 9 മണിക്ക് അടുത്ത് വരെ രേവതിയാ. രേവതി അല്ലേ? ഇത് 5:05 വെളുപ്പിന് 5:05. ഓ, വെളുപ്പിന് 5:05 എന്തായാലും രേവതിയാ. കാരണം അന്ന് രാവിലെ ഒരു 9 മണി കഴിയുന്നത് വരെയൊക്കെ രേവതി ഉണ്ട്. അപ്പൊ പിന്നെ ഉറപ്പായിട്ട് രേവതിയാണ്, അശ്വതി അല്ല. പിന്നെ നിങ്ങളെ ബാക്കിയൊന്നും അറിയണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ചൊന്ന് പറയാം. ഒരു അല്പം സാമ്പത്തികമായ ഇടപാടുകൾ കരുതലോടുകൂടി ഒന്ന് ശ്രദ്ധിച്ചോണം ഇപ്പൊ കേട്ടോ. ചെലവ് നല്ലോണം കൂടാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഞാനതൊരു ഇതായിട്ട് പറയല്ല. ഒന്ന് ശ്രദ്ധിച്ചോളുക. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. സ്കൂളൊക്കെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ, +2 ഒക്കെ വരട്ടെ, വലിയ നല്ല രീതിയിൽ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. മോനെ, ഇതിലിപ്പോ ഈ രേവതി നക്ഷത്രത്തിന് 7:30 ശനി എന്ന് പറഞ്ഞ ഒരു ടൈമാണ്. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. മോനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ ഇടപാടുകൾ. നമുക്കിപ്പോൾ സാമ്പത്തികമായി ചെലവുകൾ കൂടുകയും വരുമാനം കുറച്ച് പ്രശ്നമാവുകയും ചെയ്യാം. 2 ഡ്രൈവിംഗ് കുറച്ച് ശ്രദ്ധിച്ചോണം. വാഹന സംബന്ധം. ഇത് 2 കാര്യങ്ങൾ കുറച്ച് കരുതലോടുകൂടി നോക്കിയാൽ മതി. വേറൊരു പ്രശ്നവും ഇല്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ശരി മോനെ, ബൈ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.